സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനത്തിന് വിധേയമാകുന്നു എന്നൊരു കാര്യമുണ്ടല്ലോ. ദീപക് തർമ്മടം കൂടി നമുക്കൊപ്പം ചേർന്നു. ദീപക്, മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ കാര്യത്തിൽ? എസ് കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച്, പ്രവർത്തന റിപ്പോർട്ട് സംഘടന എന്ന് പറയുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ച് അവസാനം ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞത്, ഈ പ്രവർത്തന റിപ്പോർട്ട് അതേപടി ശരിവയ്ക്കാനല്ല സഖാക്കളെ നിങ്ങളോട് പറയുന്നത്. ഇതിൽ മൂർത്തമായ ചർച്ചയുണ്ടാകണം, അതിനുശേഷം ഒരു തീർപ്പുണ്ടാകണം, അതായിരിക്കണം അന്തിമ റിപ്പോർട്ട് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമ്മേളനത്തിലെ മുഴുവൻ പ്രതിനിധികൾ ഘടകങ്ങൾക്കെതിരെയുള്ള വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാകണമെന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു വിമർശനമായി തന്നെയാണ് ഇന്നത്തെയും കാണാവുന്നത്. കാരണം ഈ സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്നതൊക്കെ സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അതിൽ സെക്രട്ടറിക്ക് നേരിട്ടൊരു റോളൊന്നുമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടാണ് ഏതൊക്കെ കോർപ്പറേഷൻ, ഏതൊക്കെ ബോർഡുകൾ ആർക്കൊക്കെ എന്ന് തീരുമാനിക്കുന്നത്, ഘടകകക്ഷികൾക്ക് പോകുന്ന കാര്യവും തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ, ഈ മുഖ്യമന്ത്രിക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിരോധം തീർക്കുന്നതിൽ പാർട്ടിയും സർക്കാരിലെ മന്ത്രിമാരും പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ആക്ഷേപം വരുന്നു. അത് 2-3 ജില്ലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ വന്നു. സാധാരണ കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് വലിയ രൂക്ഷമായ പ്രതികരണം വരുന്നത്. പക്ഷേ ആദ്യ റൗണ്ടിൽ സംസാരിച്ചത് എം പ്രകാശൻ മാസ്റ്ററാണ്. പ്രകാശൻ മാസ്റ്റർ അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇനി അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് പി ഹരീന്ദ്രനാണ്, കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി. കാരണം സാധാരണ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ സ്വയം വിമർശനപരമായ പ്രതികരണങ്ങൾ വരുന്നത് കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളിൽ നിന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല എസ് കെ. ഏതായാലും ഇന്ന് രാത്രി സെക്രട്ടേറിയറ്റ് ചേരുമെന്നാണ് വിവരം. അപ്പോൾ ഈ മറുപടി പറയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, കാരണം ഇന്ന് പൊതുചർച്ച പൂർത്തിയാകും, അതായത് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്ന് പൂർത്തിയാകും. നാളെ നയരേഖയുള്ള ചർച്ചയാണ്. അപ്പോൾ ഇതിന് മറുപടി പറയണം, ഗോവിന്ദ മാഷ് തന്നെയാണ് മറുപടി പറയേണ്ടത്. അതിനുവേണ്ടിയുള്ള സെക്രട്ടേറിയറ്റ് ചേരൽ ഇന്ന് രാത്രി ഉണ്ടായേക്കും. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ചയെ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടി സെൻറ്ററോ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായത്. ചർച്ച നടക്കണം, ചർച്ചയുണ്ടെങ്കിലേ പാർട്ടി നന്നായി നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഗോവിന്ദ മാഷിൻ്റെ നിലപാടെന്നുള്ളതാണ് ഇന്നും മാഷോട് സംസാരിച്ച സമയത്ത് മനസ്സിലായത് എസ് കെ. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ എന്തായാലും ചർച്ച നടക്കട്ടെ അല്ലേ? കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ഉന്നയിച്ച ആൾ തന്നെ ഏതൊക്കെ കാര്യത്തിലാണ് ഗോവിന്ദ മാസ്റ്റർ മെറിറ്റ് വിട്ടതെന്ന് പറയാൻ പറ്റുമല്ലോ. ഇന്ന പോസ്റ്റുകൾ സ്ഥാപിച്ചു. അപ്പോൾ ദീപക് പറഞ്ഞതിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ പിൻബലത്തോടെ ആണെങ്കിൽ പോലും ഗോവിന്ദ മാസ്റ്റർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ, അതൊക്കെ ചർച്ച നടക്കട്ടെ. എസ് കെ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്ത് ഈ സ്വയം തന്നെയാണ്. അത് ഇക്കാലം അത്രയും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായി അത് അത്ര തീവ്രമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിമർശനങ്ങളെ അങ്ങനെ അങ്ങോട്ട് ബഹുമാനിക്കപ്പെടുന്നില്ല. അപ്പൊ അത് നല്ലതാണ്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് തിരുത്താനൊക്കെ നല്ലതാണ് ആ വിമർശനങ്ങൾ. നേരത്തെ ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആലപ്പുഴയിലെ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ ആവാം, വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആവാം, അല്ലെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാകാം അദ്ദേഹം മുഴുവൻ സമയം സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു.